നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ മകം, പൂരം, ഉത്രം, കാല്, ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല. അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിലെ ചിങ്ങക്കൂറുകാർക്ക് 17-ാം തീയതി വരെ സൂര്യൻ 2-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 3-ലേക്ക് വരും. നമ്മളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ാം ഭാവത്തിലാണ് 17-ാം തീയതി വരെ സൂര്യൻ 2-ൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം. അതേപോലെ തന്നെ നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഓൺലൈനിലൊക്കെ ആയിട്ടാണല്ലോ. ഈ ഓൺലൈനൊക്കെ ആയിട്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ധനം പറ്റിക്കപ്പെട്ട് കൊണ്ടുപോകാനായിട്ടുള്ള, നമ്മളുടെ ധനം നഷ്ടപ്പെട്ടു പോകുവാനായിട്ടുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ 3-ലേക്ക് വരുന്നത് ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവാണ് പറയുന്നത്. ജോലി സംബന്ധമായിട്ടൊക്കെ ഉയർച്ച വന്നു ചേരുന്നൊരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു പരിധിവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന നല്ലൊരു ഫലത്തെയാണ് 17-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുമ്പോൾ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പാപഗ്രഹങ്ങളായിക്കോട്ടെ ശുഭഗ്രഹങ്ങളായിക്കോട്ടെ, ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. അതായത് ചിങ്ങക്കൂറുകാർക്ക് 20-ാം തീയതി വരെ ചൊവ്വ 11-ലാണ്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നൊരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ സുഖം അനുഭവിക്കുക. പ്രത്യേകിച്ച് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ആദായം ഉണ്ടാവുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 20-ാം തീയതി വരെ. 20-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് ചൊവ്വ വരുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 20-ാം തീയതിക്ക് ശേഷം അതേപോലെ തന്നെ നമ്മൾ ഒട്ടും തന്നെ വിചാരിക്കാതെ തന്നെ പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക, വ്യാധികൾ അനുഭവിക്കാനിട വരിക, ധനപരമായിട്ട് വിചാരിക്കാതെ തന്നെ ചെലവ് വന്നു ചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ 12-ലേക്ക് വരുമ്പോൾ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 10-ാം തീയതി വരെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. നേരത്തെ സൂര്യനെ കൊണ്ട് 2-ാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് എങ്കിൽ ബുധൻ 2-ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്നൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ വാക്കുകൾക്ക് സാമർഥ്യം ഉണ്ടാവുക. നമ്മളുടെ വാക്കുകളെ കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടാണ്, 2-ാം ഭാവം കൊണ്ട്. അപ്പോൾ ബുധൻ 2-ൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, വിലമതിക്കുക. പ്രത്യേകിച്ച് ഈ ജോലി സംബന്ധമായിട്ടൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ വിദ്യാപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ അവർ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. നല്ല ഫലത്തെയാണ് 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ 10-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 10-ൽ വ്യാഴം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും കർമ്മവൈകല്യം വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 10-ാം തീയതിക്ക് ശേഷം ബുധൻ 3-ലേക്ക് വരുമ്പോഴും ഈ വ്യാഴത്തെ കൊണ്ടും മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെയാണ് മനസ്സിലെത്തി പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ ജപിക്കുക.
ചിങ്ങക്കൂറുകാർക്ക് 3-ലും 4-ലുമായിട്ടാണ് ശുക്രസ്ഥിതി. 13-ാം തീയതി വരെ ശുക്രൻ 3-ലാണ്, അതിനുശേഷം 4-ലേക്ക് വരും. 3-ൽ നിൽക്കുമ്പോഴും 4-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 13-ാം തീയതി വരെ ശുക്രൻ 3-ൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ 3-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ശുക്രൻ 3-ൽ നിന്ന് കഴിഞ്ഞാൽ. 4-ലേക്ക് വീഴുമ്പോഴും ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, ബന്ധു കുടുംബ സുഖം അനുഭവിക്കാനിട വരിക. പ്രത്യേകിച്ച് പറയുന്നത് ഇന്ദ്രനെ പോലെയൊക്കെ ശക്തി ഉണ്ടാവുന്ന 4 നിൽക്കുമ്പോഴേ. ഇന്ദ്രൻ്റെ അത്ര ഒന്നും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല, നമുക്ക് തന്നെ അറിയാലോ. എന്തായാലും നമ്മുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. കുറച്ചു കാലമായിട്ട് 7-ലാണ് ശനി. 7-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം, നമുക്ക് ചേരാത്തവരുമായിട്ടൊക്കെ കൂട്ടുകൂടുവാനായിട്ട് വരിക. നമുക്ക് ചേരാത്തവരുമായിട്ടൊക്കെ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ പറയാം വന്നു ചേരുക. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ഫലത്തെ തന്നെയാണ് കുറച്ച് കാലമായിട്ട് നിങ്ങൾ കേൾക്കുവാനും ഇടവരിക. ദൂരദേശ യാത്രയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം യസ്യ സർവപാപത്രനാശനം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 1872 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 1872 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.